ഡാ തടിയ എന്ന് പറയുന്നൊരു മലയാള ഫിലിമിലെ ഒരു സോങ് ഉണ്ട്. സെൽഫ് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞിട്ടൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. വാനം നീലയാണ് ബായ്, ഇലകൾ പച്ചയാണ് ബായ്, ഞാനിങ്ങനെയാണ് ബായ്, അതിനെന്താണ് ബായ്. ഇത് പറയാനുള്ള കാരണം ഞാൻ പറയാം. ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസിൻ്റെ വാല്യൂ എഡ്യൂക്കേഷൻ സിലബസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ സെൽഫ് ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജബിൻ. ഇനി നമ്മൾ കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ചായിരിക്കും. ക്ലാസ് റൂം എക്സ്പീരിയൻസ് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അപകടമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തോ എല്ലാവർക്കും വലിയ പേടിയാണ്. ഞാൻ ഇത്രയ്ക്കുള്ളൂ എന്ന് പറയാനായിട്ട് ഭയങ്കര പേടി, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഓപ്പണായിട്ട് പറയാൻ ഭയങ്കര പേടി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇരുന്ന് ഉറങ്ങും. ക്ലാസ്സിൽ നോർമലാണ്, ഞാൻ ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ബെഞ്ചിനും തട്ടിയിട്ട് ആരാ ഉറങ്ങുന്നതെന്ന് എങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന ആൾ കണ്ണു തുറന്നിട്ട് അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കുന്ന കാണാം. ആ ഒരു സിമ്പിൾ മിസ്റ്റേക്ക് പോലും അതങ്ങോട്ട് അംഗീകരിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ഡു വി ആക്സെപ്റ്റ് അവർ മിസ്റ്റേക്സ്? ഡു വി ആക്സെപ്റ്റ് അവർ ബോഡി? ഡു വി ആക്സെപ്റ്റ് അവർ തോട്ട്സ്? എൻ്റെ ചിന്തകൾ, എൻ്റെ ശരീരത്തിനെ, ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളെ പോലും അംഗീകരിക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര പേടി കാണുന്ന ഒരു കാലം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അതേസമയം നമ്മളെക്കുറിച്ച് പോസിറ്റീവ്സ് കേൾക്കണേ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നും. നന്നായി പാട്ട് പാടുന്ന ഒരാളാണല്ലോ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. അതേസമയം കറക്ഷൻസ് എന്തോ ഒരു പേടി പോലെ. എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, വൺസ് നമ്മൾ നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കിയിട്ട് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പിന്നെ അത്ഭുതമായിരിക്കും. അതർവൈസ് മറ്റുള്ളവർ അവരുടെ കയ്യിലത്തെ ഒരു പാവയായിട്ട് നമ്മൾ മാറും. കാരണം അവർക്കറിയാം എവിടെ തൊട്ടാലാണ് ഇവന് വേദനിക്കുക, എവിടെ തൊട്ടാലാണ് ഇവൻ സന്തോഷിക്കുക. അത് വെച്ചിട്ട് അവർ ഉപയോഗിക്കും നമ്മളെ. ചില കുട്ടികളൊക്കെ വന്ന് സ്കൂളിലൊക്കെ ചില ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബോഡി ഷേമിങ്ങിൻ്റെ പേരിലൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ച് വന്ന് പറയാറുണ്ട്. ഉയരക്കൂടുതലിൻ്റെ പേരിൽ, ഉയരക്കുറവിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ കുട്ടിയൊക്കെ എവിടെ തൊട്ടാലാണ് അവനെ വേദനിക്കുക എന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ യൂസ് ഇറ്റ്. അവർ ഭംഗിയായിട്ടത് ഉപയോഗിക്കും. സോ അങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലത്തെ ഒരു പാവയായിട്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ നിയന്ത്രിക്കുന്ന പോലെ ആകുന്ന ലെവലിലേക്ക് ആകാതിരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് അവർ സെൽഫ്സ്. നമ്മളെ ഭംഗിയായിട്ട് അങ്ങോട്ട് നമ്മൾ ഇത്രയ്ക്ക് ഉള്ളൂന്നേ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയ്ക്ക് ഉണ്ടെന്നേ, അതങ്ങോട്ട് മനസ്സിലാക്കാം. പിന്നെ ആരെന്ത് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മുടെ എറിക് ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു 4 പൊസിഷനെ കുറിച്ച് പറയുന്നുണ്ട് ലൈഫിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടൊരു കോൺസെപ്റ്റാണത്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഫസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാനും ഓക്കെ അല്ല, നീ ഭയങ്കരനാണെന്നൊരു ചിന്ത. എനിക്ക് ഇത്രയ്ക്ക് പറ്റുള്ളൂ, എനിക്ക് ഇതിന് ഇത്രയുള്ള കഴിവുള്ളൂ, നിനക്ക് എന്തൊരു കഴിവുകളാണ്. മറ്റൊരു കുട്ടിയെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തി നോർമലി ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. അവൻ എന്തിനു ജനിച്ചു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും. ഒരു മീനിങ്ലെസ് ആയിട്ട് തോന്നും അവൻ്റെ ലൈഫ്. അതാണ് ഫസ്റ്റ് പൊസിഷൻ എറിക് ബേൺ പറയുന്നത്. സെക്കൻഡ് വൺ, ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഭയങ്കരനാണ്, നിങ്ങൾ പോരാ എന്ന് പറയുന്നൊരു ചിന്ത. ഇവരെ എല്ലാത്തിനെയും ഭയങ്കര ക്രിറ്റിക്കലായിട്ട് നോക്കി കാണുക. ബാക്കി എല്ലാവരും ഭയങ്കര മോശക്കാർ, ഇവർ മാത്രം എല്ലാം തികഞ്ഞവർ, പെട്ടെന്ന് ഇവർ കറക്ഷൻ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ആളുകളാണ്. ഇവർക്ക് ലഭിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ പേരിൽ ഇവരെന്തോ ആണെന്ന് ചിന്തിച്ചെടുക്കുന്നവർ. അങ്ങനെയുള്ള ചുറ്റും നമുക്ക് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ കാണാം, കൊളീഗ്സിൽ കാണാം, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. സോ ഐ ആം ഓക്കെ, യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ. തേർഡ് വൺ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ഓക്കെ അല്ല, നിങ്ങളും ഓക്കെ അല്ല. ഇങ്ങനെയുള്ളൊരു വളരെ കുറച്ചാണ് കേട്ടോ. പക്ഷേ ഇവരെ പേടിക്കണം. എന്താ പറയുക, ദേ ഹേറ്റ് ദംസെൽവ്സ്. അവരെ തന്നെ വെറുക്കുന്നു, ബാക്കി എല്ലാവരും വെറുക്കുന്നു, ഈ ലോകം നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നു, എങ്ങനെയെങ്കിലും എല്ലാം അവസാനിച്ചാൽ മതി എന്നൊരു ചിന്ത. അങ്ങനെ പോകുന്നവരാണ് ഐ ആം നോട്ട് ഓക്കെ, യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നത്. ദ ഫോർത്ത് വൺ ഈസ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. ഞാൻ ഇങ്ങനെയാണ്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ നിങ്ങളുടെ പോലെയാണ്, അതിൽ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. ഇവർ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്നവരാണ്. ഇവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഇവരുള്ളിടം നമ്മൾ പറയാം, ചിലരുടെയൊക്കെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്.
ഇതാണ് ഈ പറയുന്ന സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്നെ അംഗീകരിക്കുന്നു. എനിക്ക് ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഫാദർ ജോസ് നന്ദിക്കര CMI എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൂ ആർ യു എന്ന് ചോദിക്കും. നിങ്ങൾ ആരാണ്? അച്ഛന് അതിമനോഹരമായ ഒരു ഉത്തരമുണ്ട്, എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആൻസറാണ്. അച്ഛൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: I am singularly unique. I am not inferior to anyone. I am not superior to anyone. I am not equal to anyone. I am someone special. ഞാൻ ആർക്കും മേലെയല്ല, ആർക്കും താഴെയല്ല, ആർക്കും സമനല്ല. നമ്മളൊക്കെ പറയും ഞാനൊരു സംഭവമാണ്, ഞാനൊരു പ്രസ്ഥാനമാണെന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. അത് തന്നെയാണ് ഈ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ കൊമേഴ്സ് ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാൻ കൊമേഴ്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, കോർ കോമ്പിറ്റൻസ് എന്ന് പറയും. എനിക്ക് മാത്രം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്നിലുള്ളൊരു കഴിവുണ്ട്, അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത്ഭുതമാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കത്തില്ല. മറ്റുള്ളവർ പറയുന്നതിൽ അതിൻ്റെ ബേസിൽ നമ്മളിങ്ങനെ വിഷമിക്കുകയോ ഓവറായിട്ട് സന്തോഷിക്കുകയോ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകത്തില്ല. സോ ആക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ആ നേരത്തെ ഞാൻ പറഞ്ഞ പാട്ടിൻ്റെ ഒരു സാധ്യത. ഇവിടെ വാനം എന്താണ്, ഞാൻ ഇങ്ങനെയാണ്, അതിനെന്താണ് ബായ് എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് വരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ സിമ്പിൾ. സോ ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, നല്ലതാണ്, എനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻ്റെ തോട്ട്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ശരീരത്തെ അതായിരിക്കുന്ന അവസ്ഥയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മിസ്റ്റേക്സിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഫൈൻഡ് ദ ആൻസർ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്.